ഭക്ഷണം എന്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്? Tirunelveli Halwa, Tiruchi Malakkotada, Tirupathikke laddu tanda saamida, Irutu Kada Halwa, Idli Kada Ayada, Urutu Kada satham ketta saami. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിത് എവിടെ നിൽക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ ഇരുട്ട് കട ഹൽവയിലാണ് നിൽക്കുന്നത്. ഇരുട്ട് കട ഹൽവ നമ്മളെല്ലാം ഇവിടെ ലോകമെമ്പാടും എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ മൊത്തം ഫുൾ ഫേമസ് ആയിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇരുട്ട് കട ഹൽവ. ഇവിടെയാണ് ഇരുട്ട് കട ഹൽവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വലിയ കടയായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ വലിയ കടയൊന്നും അല്ല, ചെറിയ കടയാണ്. ഇതാണ് ഇരുട്ട് കട ഹൽവ. ഇവിടെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ എപ്പോഴും വൈകിട്ടാണ് ഓപ്പൺ ആക്കുന്നത്. 5 മണിക്ക് ഓപ്പൺ ആക്കും. എന്നിട്ട് ഒരു 6:30-7 മണി വരെ അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അത് തീരും. അപ്പോൾ ഇന്ന് ഞാൻ അവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ക്യൂവിൽ നിന്നിട്ട് വേണം പോയി മേടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ക്യൂ നിൽക്കാം. ഇത് വന്നിട്ട് തിരുനെൽവേലിയിലെ നെല്ലയപ്പർ അമ്പലമാണ്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ സരവന ഹോട്ടലും ഉണ്ട്. ഈ ഹോട്ടലിൽ തൊട്ടടുത്താട്ടോ നമ്മുടെ ഇരുട്ട് കട ഹൽവ. ആൻഡ് ഇത് തിരുനെൽവേലി ടൗണിലാണ് ഇരുട്ട് കട ഹൽവ ഉള്ളത്. ഗായ്സ്, ഞാനപ്പോൾ ഹൽവ മേടിച്ചിട്ട് വന്നു. ഇതാണ് ഇവിടുത്തെ പാക്കറ്റ്. ആക്ച്വലി പണ്ടൊന്നും ഈ പാക്കറ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇത് 1/2 കിലോയാണ്. 1/2 കിലോയുടെ 2 പാക്കറ്റ് 1 കിലോ ആയിട്ടാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ലൂസിൽ ചോദിച്ചായിരുന്നു. പക്ഷെ ലൂസിൽ ഇപ്പം സമയമായിട്ടില്ല. 6:30 ആവണമെന്നാണ്. ഇപ്പം ഇവിടെ ഒരു 5:30 ആയിട്ടുള്ളൂ. അപ്പം എനിക്ക് പോകേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് എനിക്ക് വെയിറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതാണ് പാക്കറ്റ്. ഇതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ കഴിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ അയച്ചു തരാം. ഇതിപ്പോൾ തൊടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഭയങ്കര നെയ്യൊക്കെ. ഈ പാക്കറ്റ് തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എൻ്റെ കൈ ഫുൾ നെയ്യായിട്ടേക്കാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് 100 years എബോവ് ഇത് ഉള്ള ഒരു കടയാണിത്. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് അത്രയും വലിയ ഫേമസ് ആയാൽ പോലും ഈ പണ്ട് തുടങ്ങിയിരുന്നത് എങ്ങനെയായിരുന്നോ ഒരു ചെറിയൊരു ട്യൂബ് ലൈറ്റും വെച്ച് ഒരു ചെറിയ കടയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ ഈ കടയുടെ പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന ഹൽവയിൽ പ്യുവർ നെയ്യും പിന്നെ പ്യുവർ വീറ്റ് പ്യുവർ ഗോതമ്പാണ്. അതും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും ടേസ്റ്റ് വരുന്നത്. വേറെ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഇത്രയും ടേസ്റ്റ് ഉള്ളത് നിങ്ങൾക്ക് എവിടെയും മേടിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾക്ക് ഇവിടെ മേടിക്കാൻ കിട്ടും. പക്ഷെ ഇതിൻ്റെ അത്ര ഒറിജിനാലിറ്റി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ റിവ്യൂ പക്ഷേ ഭക്ഷണം എന്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്? ഭക്ഷണമല്ല, ഞാൻ ഇത് വീട്ടിൽ ചെന്നിട്ട് പോയി കഴിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ തരാം. ഇവിടെ അൺഫോർച്യുനേറ്റ്ലി കിട്ടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ തരാമെന്ന് വിചാരിച്ചിരുന്നത്. ടൈം ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പോയിട്ട് തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ്, നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കഴിക്കണം. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ വന്നിരിക്കണമെന്ന് വെച്ചാൽ അലുവ നമുക്ക് എങ്ങനെയാണെന്ന് കാണാമല്ലോ. ആക്ച്വലി ഞാൻ ഈ അലുവ എടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് വന്ന് ഒരു 1.5 ആഴ്ച ആയിട്ടോ. ഞാൻ പറഞ്ഞ പോലെ 2 പാക്കറ്റ് മേടിച്ചു. ഒരു പാക്കറ്റ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ എടുത്ത് കഴിച്ചു. തീർന്നിട്ടില്ല, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പാക്കറ്റ് പൊട്ടിക്കാതെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഇത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിക്കാണ്ടിരിക്കുക. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഷൂട്ട് എടുക്കാൻ പറ്റാണ്ടായത്. അപ്പോൾ ഒരു 1.5 ആഴ്ചത്തെ 2 ആഴ്ചത്തെ ഗ്യാപ്പ് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളെടുത്ത് കഴിക്കുന്ന ആ ഒരു ടൈം, അപ്പോൾ നിങ്ങൾ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ എടുക്കരുത്. അതിനൊരു ഒരു 1 hour 2 hour ബിഫോർ എടുക്കുവാണെങ്കിൽ ആ ഒരു തണുപ്പ് മാറി കുറച്ച് സോഫ്റ്റായിട്ട് മാറും. എന്തൊക്കെ വന്നാലും നമ്മൾ അവിടെ നിന്ന് മേടിച്ച് ആ സമയത്ത് തന്നെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് വേറെ ആട്ടോ ശരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കന്ന് ഒരു 6:30 ആവുമെന്ന് പറഞ്ഞപ്പോഴത്തേന് നമുക്ക് പോകാനുള്ള സമയമായതുകൊണ്ട് നമുക്ക് എടുക്കാനും പറ്റിയില്ല. ബട്ട് ഇനി ഞാനവിടെ പോകുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഞങ്ങൾക്കത് ചൂടായിട്ട് തരുമെന്ന്
ഈ ഇലയിൽ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ചൂടിൽ നമ്മൾ കഴിക്കണം, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. സോ ഓക്കെ, ഇനിയിപ്പോൾ സാറില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. സോ ഇതാണ് നമ്മുടെ പാക്കറ്റ്. ഞാൻ മേടിച്ചപ്പോൾ കാണിച്ചായിരുന്നല്ലോ, ഇതാണ് നമ്മുടെ. ഇതിപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇവിടെ ലീസ വന്നിട്ട് അവൾക്ക് ഇത് വേണമെന്നും പറഞ്ഞിട്ടാണ് ഈ കിടന്ന് ഇങ്ങനെ നിൽക്കുന്നത്. എന്തെടുത്താലും അത് പുള്ളിക്കാരത്തേക്ക് വേണം. കണ്ടോ ഒച്ചുണ്ടാക്കുന്നത് കണ്ടോ, എന്തെടുത്താലും വേണം. ലീസ നോ ചെല്ലേ പറഞ്ഞാൽ കേൾക്കൂല. നമ്മൾ എന്ത് ഫുഡിൻ്റെ എടുത്തു കഴിഞ്ഞാലും ഒരു രക്ഷയില്ല, പറഞ്ഞിട്ട് കാര്യമില്ലേ. ഞാൻ മുറിക്കുവാണേ. ലീസ പോ ലീസ, എന്ത് കഷ്ടമാണത്. നോ ബേബി, ലീസയ്ക്കുള്ളത് ചേച്ചി വേറെ തരാട്ടോ. ഇത് വാവ കഴിക്കാൻ പാടില്ലാത്ത ഒരു സാധനമല്ലേ. അപ്പൊ നമ്മളിത് മുറിക്കുക. ഇവര് അതിലും അവര് എന്താ പറയാ, നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. വേറൊരു കവറിലും കൂടി വെച്ചിട്ടുണ്ടാവും. ലീസയ്ക്കുള്ളതല്ല മോളെ ഇത്. കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ, കട്ട് ചെയ്തു നമ്മൾ. അപ്പോൾ നമുക്കിങ്ങനെയാണിതേ കണ്ടോ അലുവ. അങ്ങനെയൊക്കെ എടുത്ത് ഇതേ കഴിക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 1 hour, ഞാനിതൊരു ഫ്രിഡ്ജിൽ നിന്ന് ഒരു 2 hour മുമ്പ് എടുത്തായിരുന്നു കഴിക്കാം. ഒന്നും പറയാനില്ല, സീരിയസ്ലി ഒന്നും പറയാനില്ല. അതിന് തന്നെയുള്ളൂ. അവരും ഇവിടുത്തെ ഈ ഒരു അലുവയിൽ നെയ്യിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. നെയ്യും അതൊക്കെ ഇട്ടിട്ട് ഒന്നും പറയാനില്ല. ശരിക്കും നമ്മൾ ഇതെനിക്ക് തോന്നുന്നു 1 month വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു രക്ഷയില്ല. ഇത്ര ഉണ്ട്. ഇതൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ച് തീർക്കും ദൈവമേ. കുറേ കഴിച്ചാലുണ്ടല്ലോ മത്ത ഒടിക്കും. പക്ഷേ എന്തായാലും നിങ്ങൾ തിരുനെല്ലി പോകുമ്പോൾ ഇട്ടുകട ഹൽവ തന്നെ പോയിട്ട് തന്നെ മേടിക്കണം. സോറി, കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ കുറേ സ്ഥലത്ത് കിട്ടും. പക്ഷെ കുറേ സ്ഥലത്ത് കിട്ടുകയാണെങ്കിൽ പോലും ഈ ഒരു ഒറിജിനൽ സാധനം നമ്മൾ ഇട്ടുകടയിൽ പോയി തന്നെ മേടിക്കാം. പറ്റുവാണെങ്കിൽ മാക്സിമം നിങ്ങൾ അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 20 rupees എങ്ങാണ്ട് കൊടുക്കുക. ആ സമയത്ത് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ്, എന്തായാലും ആ സമയത്ത് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഇപ്പം എനിക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ ഓൾറെഡി ഇതിനു മുന്നേ കഴിച്ചിട്ടുണ്ട് ഒരു തവണ. അതുകൊണ്ട് നിങ്ങളിനി അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ അങ്ങനെ വേണം ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതും ചെയ്ത് നോക്കുക. നല്ല നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിക്കുന്നതിന് ഒരു 2 hours മുന്നേ തന്നെ നിങ്ങളിത് എടുത്തിട്ട് ആണെങ്കിൽ നമുക്ക് ആ ഒരു തണുപ്പ് മാറി കിട്ടി കഴിഞ്ഞാൽ ആ നെയ്യിൻ്റെയൊക്കെ ആ ഒരു ഇതായി അലിഞ്ഞു പോകുമ്പോഴേ നല്ല രസമായിരിക്കും കഴിക്കാനായിട്ട്. സോ എനിക്കിഷ്ടമായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ഫ്രം പവി.